എൻക്ലക്സ് ആർ എന്ന എക്സാമിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിൽ ചിലപ്പോൾ കുറേ സംശയങ്ങൾ ഓടി വരും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ആദ്യം തോന്നുന്ന ഒരു സംശയമാണ്, ഈ എക്സാം എഴുതിയിട്ട് എങ്ങോട്ടൊക്കെയാണ് പോകാൻ പറ്റുക, ഈ എക്സാം എവിടൊക്കെയാണ് അപ്രൂവ്ഡ് ആയിട്ടുള്ളത്, ഇതിന് എന്തുമാത്രം മാർക്ക് വേണം, അങ്ങനെ കുറേ സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് എൻക്ലക്സ് ആർ എന്ന എക്സാം 3 രാജ്യങ്ങളിലാണ് ഇപ്പോൾ അപ്രൂവ് ആയിട്ടുള്ളത്. ഒന്ന് അമേരിക്കയിലാണ്, USA, പിന്നെ കാനഡ, പിന്നെ ഓസ്ട്രേലിയ. അപ്പോൾ ഈ 3 രാജ്യങ്ങളിലേക്ക് ഓരോ പ്രൊവിൻസിനും ഓരോ സ്റ്റേറ്റിനും അവരുടേതായ പേപ്പർ വർക്കുകളും കാര്യങ്ങളും വേറെ ഉണ്ട് കേട്ടോ. ഈ എൻക്ലക്സ് ആർ എന്ന എക്സാം എന്നുള്ള ഒറ്റ എക്സാമിനെ പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്. അത് ഈ 3 രാജ്യങ്ങളിലേക്കും സെയിം എക്സാം തന്നെയാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസിനോ അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺസിനോ അല്ലെങ്കിൽ ചോദിക്കുന്ന കാര്യങ്ങൾക്കോ ഒന്നും വേറെ ഒരു വ്യത്യാസവും ഇല്ല. അത് ഏത് സെൻറ്ററിൽ പോയി എഴുതിയാലും ഏത് രാജ്യത്ത് പോയി എഴുതിയാലും ഈ 3 രാജ്യങ്ങളിലേക്ക് വേണ്ട ഈ എൻക്ലക്സ് ആർ എന്ന എക്സാം എന്ന് പറയുന്നത് ഒരേ തരം എക്സാം തന്നെയാണ്, ഒരേ എക്സാം തന്നെയാണ്. പിന്നെ ഒരു വ്യത്യാസമുള്ളത്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, എൻക്ലക്സ് ആർ എന്ന എക്സാം കഴിഞ്ഞതിന് ശേഷം പല രാജ്യങ്ങൾക്കും അവരുടേതായ ക്ലിനിക്കൽ എക്സാമിനേഷൻസ് ഉണ്ടാവും. അതായത് OSCE എന്നാണ് അതിന് പറയുക, ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്ന് പറയും. അപ്പോൾ അത് ഓരോ രാജ്യത്തിനും സെപ്പറേറ്റ് ആയിട്ട് അതാത് സംഭവങ്ങൾക്കനുസരിച്ച് ഉണ്ടാവും. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. ഈ എൻക്ലക്സ് ആർ എന്ന എക്സാം എഴുതിയതിന് ശേഷം ഓരോ രാജ്യത്തിനും, ഇപ്പോൾ USA പ്രത്യേകിച്ച് വേറെ എക്സാമുകളൊന്നും അത് കഴിഞ്ഞില്ല, പ്രാക്ടിക്കൽ എക്സാംസ് ഒന്നും ഇല്ല. പക്ഷേ കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും അതാത് രാജ്യങ്ങളിലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ട് ഇൻ്റർനാഷണൽ നേഴ്സസിന് വേണ്ടിയിട്ട്, അതായത് പുറത്ത് പഠിച്ച നേഴ്സസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ കൂടി ചെയ്യേണ്ടി വരും. അതായത് ഒരു പ്രാക്ടിക്കൽ എക്സാം പോലെ. പക്ഷേ അത് എൻക്ലക്സ് ആർ എന്ന എക്സാമുമായിട്ട് ബന്ധമൊന്നും ഇല്ല കേട്ടോ. അത് അതാത് രാജ്യത്തിൻ്റെതായ ലോസും അതാത് രാജ്യത്തിൻ്റെതായ നിബന്ധനകളും ഗൈഡ് ലൈൻസും ഒക്കെ വെച്ചായിരിക്കും അവരത് ചെയ്യുക. അത് ആരൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിയതിന് ശേഷമായിരിക്കും അതാത് രാജ്യങ്ങൾ തീരുമാനിക്കുക. പക്ഷേ USA എൻക്ലക്സ് ആർ എന്ന എക്സാം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതിനുശേഷം ഒരു പ്രാക്ടിക്കൽ എക്സാം തൽക്കാലം നിലവിലില്ല. എൻക്ലക്സ് ആർ എന്ന എക്സാമിനെ പറ്റി ചിന്തിക്കുമ്പോൾ സാധാരണ വരുന്ന വലിയൊരു സംശയമാണ്, എത്ര മാർക്ക് വേണം ഈ എക്സാം പാസ്സാവാനായിട്ട്. അത് വളരെ വ്യത്യസ്തമായ ഒരു എക്സാം ആയതുകൊണ്ട്, അതായത് എൻക്ലക്സ് ആർ എന്ന എക്സാമിന് പറയുന്നത് CAT എക്സാം എന്നാണ്, കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം പറയുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അവിടെ ചെന്നിരിക്കുമ്പോൾ, എക്സാം സെൻറ്ററിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണോ അപ്പിയർ ചെയ്യുന്നത്, നമുക്കത് ശരിയാണോ തെറ്റാണോ, അതിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ, അത് വെച്ചിട്ടാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ആർക്കും ഒരുപോലെ ഇത്ര സെറ്റ് ഓഫ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരുപോലത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ ആ ദിവസം എങ്ങനെ പെർഫോം ചെയ്യുന്നോ അതിനനുസരിച്ചാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിട്ടുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു എക്സാം ഒക്കെ എഴുതുന്ന പോലെ 150 ക്വസ്റ്റ്യൻ കിട്ടി അതിൽ 60% കിട്ടിയാൽ നമ്മൾ ജയിച്ചു, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് എൻക്ലക്സ് ആർ എന്ന എക്സാമിനെ ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല. കാരണം കമ്പ്യൂട്ടറിലെ പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓരോ ഡിഫിക്കൽറ്റി ലെവലും അളന്ന് ആ ദിവസം നമ്മൾ കൊടുക്കുന്ന ഓരോ ആൻസറിൻ്റെയും എത്ര പെർസെൻറ്റേജ്, എങ്ങനെയാണ് നമ്മുടെ സ്കോറിംഗ് എന്ന് നോക്കിയതിന് ശേഷമാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ തന്നെ വരുന്നത്. അത്രയ്ക്ക് വളരെ സൂപ്പറായിട്ട് നടത്തുന്ന ഒരു എക്സാം ആയതുകൊണ്ട്, കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് എക്സാം ആയതുകൊണ്ട് ഇതിന് നമുക്ക് സാധാരണ രീതിയിലുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിലുള്ള പെർസെൻറ്റേജ് എന്നോ ഇത്ര പെർസെൻറ്റേജ് മതിയെന്നോ അല്ലെങ്കിൽ ഇത്ര മാർക്ക് കിട്ടിയാൽ മതിയെന്നോ അല്ലെങ്കിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ശരിയായാൽ നമ്മൾ പാസ്സാവുന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഒരിടത്തും അത് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രത്യേക CAT എക്സാമിന് എൻക്ലക്സ് ആർ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ്റെ പേരാണ് ലോജിറ്റ് എന്ന് പറയും. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഉള്ളത് 0.00 ലോജിറ്റ് എന്ന ഒരു ലൈൻ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ലോജിറ്റ് എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക് അപ്രോച്ച് എന്നുള്ള രീതിയിലാണ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ്, ഒരു പ്രോബബിലിറ്റി കാൽക്കുലേഷൻ ആണത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് എന്തുമാത്രം എബിലിറ്റി ഉണ്ട് ഈ എക്സാമിന് അപ്പിയർ ചെയ്യുന്ന ഈ സ്റ്റുഡൻറ്റിന് ആ ഓരോ ക്വസ്റ്റിൻ്റെയും ഡിഫിക്കൽറ്റി ലെവൽ വെച്ച് എത്രമാത്രം എബിലിറ്റിയിൽ അത് പാസ്സാവാൻ പറ്റുന്നുണ്ട്, കറക്റ്റ് ആക്കാൻ പറ്റുന്നുണ്ട് എന്നതിൻ്റെ ഒരു കാൽക്കുലേഷനാണ് ആ ലോജിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 0.00 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു പാസിംഗ് സ്റ്റാൻഡേർഡ് ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു എളുപ്പ വഴിയിൽ നമുക്ക് പറയാവുന്നതാണ്, ഒരു പാസിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ പാസിംഗ് സ്റ്റാൻഡേർഡാണ് ഇപ്പോഴത്തെ 0.00. വളരെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ അത് കുറേ താഴെയായിരുന്നു. അതായത് മേ ബി 2006
2006-ലും 2007-ലും ഒക്കെ ഒരുപാട് എക്സാം ഒക്കെ എഴുതി വന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ ലോജിക് ലെവൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരുന്നു. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഈസിയർ ആയിരുന്നു. ഇപ്പം പക്ഷെ ഓരോ 3 വർഷവും ഇതിൻ്റെ റിവിഷൻസ് നടക്കുന്നുണ്ട്. പാസിംഗ് സ്റ്റാൻഡേർഡ് ഓരോ 3 വർഷവും മാറ്റുമെന്നല്ല, പക്ഷെ ഓരോ 3 വർഷവും പാസിംഗ് സ്റ്റാൻഡേർഡ് മാറ്റണോ അതോ സെയിം തന്നെ മതിയോ എന്ന് എൻഗ്ലക്സിന്റെ പാനൽസ് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പണ്ടൊക്കെ നെഗറ്റീവ് ആയിരുന്നെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഈസിയർ ആയിരുന്നു എക്സാം പാസ്സാവാൻ. പക്ഷേ ഇപ്പം ഇങ്ങനെ ഉയർത്തി ഇപ്പോൾ 0.00 ആയതുകൊണ്ട് അത്ര എളുപ്പമല്ല. കാരണം എല്ലാത്തിനും ആ ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ടല്ലോ, അതിനനുസരിച്ച് അത്ര എളുപ്പമല്ല. പക്ഷെ എന്നാലും പാസ്സാവാൻ പറ്റും നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ. അപ്പോൾ അതുകൊണ്ട് എത്ര മാർക്ക് വേണം എന്ന ക്വസ്റ്റിന് എൻഗ്ലക്സ് ആറിനിൽ പ്രസക്തി ഇല്ല. കാരണം ആ രീതിയിലുള്ള ഒരു കാൽക്കുലേഷൻ അല്ല എൻഗ്ലക്സ് ആറിൻ്റെ കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എത്ര മാർക്ക് വേണം എന്നതിനേക്കാൾ ഉപരി എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളതിനാണ് എൻഗ്ലക്സ് ആറിന് എക്സാമ്പിൾ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനിയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തൊക്കെ സബ്ജക്റ്റാണ് പഠിക്കേണ്ടതെന്നായിരിക്കും അല്ലേ. നമ്മൾ പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ നേഴ്സിംഗ് കോളേജിലുള്ള എന്തെങ്കിലുമൊക്കെ എക്സാം എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക അതാണല്ലോ, എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയല്ല അല്ലേ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ എൻഗ്ലക്സിൻ്റെ കാര്യം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സബ്ജക്റ്റ് വൈസ് നമുക്കൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല. ഫണ്ടമെൻ്റൽസിൽ തുടങ്ങി മെറ്റേണിറ്റിയും ഫാർമക്കോളജിയും മെഡ്സർജും കോംപ്ലക്സ് കെയറും ക്രിട്ടിക്കൽ കെയറും ഇൻറ്റിഗ്യുമെൻ്ററി സിസ്റ്റവും എല്ലാം അടങ്ങുന്ന സൈക്യാട്രിയും എല്ലാം അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യനാണ് എൻഗ്ലക്സ് ആറിൽ വരിക. അതുകൊണ്ട് തന്നെ ഒന്നും നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. പക്ഷേ സ്മാർട്ടായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് നീഡ് ടു നോ കണ്ടന്റ് ഉണ്ട്. അതായത് എൻഗ്ലക്സിന് എന്തൊക്കെയാണ് ശരിക്കും അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ കുറേ ഉണ്ട് കേട്ടോ, ഗുഡ് ടു നോ, നൈസ് ടു നോ, അതോട് അറിഞ്ഞാൽ നല്ലതാണ്, ഇതറിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്, അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സെലക്റ്റീവായിട്ട് നീഡ് ടു നോ ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അത് ഫണ്ടമെൻ്റൽസിൽ തുടങ്ങി അങ്ങേയറ്റം വരെ സൈക്യാട്രി വരെയുള്ള കാര്യങ്ങൾ എല്ലാം പഠിച്ചിരിക്കണം. അതിന് നിങ്ങൾക്ക് അതെങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഒട്ടും പേടിക്കണ്ട. ആപ്പിൾ ആറിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് നീഡ് ടു നോ വേണ്ട കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ഏറ്റവും ബേസിക് ഇൻഫർമേഷനിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ആ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 100%ഉം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ആയിരിക്കുന്നുള്ളതെന്ന് ഞാൻ ഉറപ്പ് തരാം. നന്നായിട്ട് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്തൊക്കെയാണ് സബ്ജക്റ്റ് എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ ഊഹം പറയാം. നമ്മൾക്ക് എൻഗ്ലക്സ് ആറിന് എക്സാം എന്നുള്ളത് നിങ്ങൾ സേഫായിട്ട് എഫക്റ്റീവായിട്ട് പേഷ്യൻ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിക് പോപ്പുലേഷൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി നേഴ്സിംഗ് കെയർ കൊടുക്കാൻ പറ്റുന്ന ഒരാളാണോ അല്ലേ, അതാണ് എൻഗ്ലക്സ് ആറിന് നോക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഏറ്റവും സേഫ് ആൻഡ് എഫക്റ്റീവ് നഴ്സായിട്ട് നമുക്ക് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇതൊക്കെ വലിയ വലിയ വേർഡുകളായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻ കാണുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ അവരുടെ ലാബ് റിസൾട്ട്സോ അവരുടെ വൈറ്റൽ സയൻസോ അവരുടെ കംപ്ലയിൻസോ ഒക്കെ കേൾക്കുമ്പോൾ എന്താണ് ഇത് എന്ന് കണക്ട് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, ആ രീതിയിൽ ചിന്തിച്ചെടുക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് എൻഗ്ലക്സ് ആറിന് എക്സാം ചെക്ക് ചെയ്യുന്നത്. അല്ലാതെ തിയറി മാത്രമല്ല. എനിക്ക് നന്നായി അറിയാം തിയറി നമ്മൾ 4 വർഷം അല്ലെങ്കിൽ 3 വർഷം നമ്മൾ നഴ്സിംഗ് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തിയറി പഠിക്കുന്നുണ്ടാവും. നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അത്യാവശ്യം കുറേയൊക്കെ അറിയാമായിരിക്കും അല്ലേ. ഇപ്പോൾ ഏത് സബ്ജക്റ്റ് എടുത്താലും നമുക്ക് അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ മനസ്സിൽ നഴ്സിംഗ് സ്കൂളിൽ നമ്മൾ പഠിച്ചതോ വായിച്ചെടുത്തതോ നമ്മൾ പ്രാക്ടീസ് ചെയ്തോ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ നമുക്കുള്ള കാര്യങ്ങളോ ഒക്കെ നമുക്കറിയായിരിക്കും. പക്ഷേ എൻഗ്ലക്സ് ആറിന് എക്സാമിലേക്ക് വരുമ്പോൾ ആ ഒരു തിയറി മാത്രമല്ല നമുക്ക് വേണ്ടത്, അതിനെ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു കഴിവൂടെ, ആ തിങ്കിങ് പ്രോസസ്, അതാണ് നമുക്ക് വേണ്ടത്. അത് കിട്ടിയാൽ നമുക്ക് ഇത് പാസ്സാവാൻ ഒരു പ്രയാസവുമില്ല. ഇതെല്ലാം പറയുന്ന കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്ട്സും, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആപ്പിൾ ആർ എൻ ക്ലാസ്സസിലുണ്ട്. ധൈര്യമായി പോരൂ. www.applrn.com